സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് അപ്പോൾ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടും അപ്രീസിയേഷനും ഒന്നും ഒരുപക്ഷെ അതിലേക്ക് എത്തുന്ന നമ്മളെ ജേണിയിൽ നമുക്ക് ഉണ്ടാവണമെന്നില്ല. ഡിഗ്രി കഴിഞ്ഞ് ഒരു 1 ഇയർ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് കിട്ടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ പോലും എന്ത് പഠിക്കണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ എന്തുകൊണ്ടാണ് ലാസ്റ്റ് ഇയർ എനിക്ക് കിട്ടാതെന്നോ എവിടെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നോ എന്നൊരു ധാരണ എനിക്കില്ലായിരുന്നു. ആ സമയത്താണ് ഞാൻ പെപ്പിനെ കുറിച്ച് അറിയുന്നത്. പെപ്പിൻ്റെ കൃത്യമായുള്ള ഗൈഡൻസ് കൊണ്ടാണ് ഒരുപക്ഷെ ഒരിക്കലും ഞാൻ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്നൊരു കോഴ്സിനെ പറ്റി പോലും പെപ്പില്ലായിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു. ടിപ്പിക്കലായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ഇംഗ്ലീഷിൽ BA ചെയ്തു, പിന്നീട് ഇംഗ്ലീഷിൽ MA ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്നൊരു എനിക്ക് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ഒരു കോഴ്സിനെ പറ്റി അറിയാനും അതിന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാനും എനിക്ക് കഴിഞ്ഞത് പെപ്പിലെത്തിയതിന് ശേഷമാണ്. കൃത്യമായിട്ടുള്ള അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വർക്കിൻ്റെ ഇടയിൽ എൻ്റെ പഠിത്തം എനിക്ക് കൃത്യമായി നടക്കുന്നില്ലായിരുന്നു, ക്ലാസ്സുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിരുന്നാലും കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് എക്സാംസ് എഴുതിച്ചുകൊണ്ട് കൃത്യമായിട്ട് സ്റ്റഡി മെറ്റീരിയൽ തന്നുകൊണ്ടുള്ള പെപ്പിൻ്റെ പ്രിപ്പറേഷൻസ് വളരെയധികം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ നമുക്ക് ഓടിപ്പോയി നോക്കാനും കൃത്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാനും അത് പലയിടത്തും അവൈലബിൾ അല്ല, പലതും ഇൻ്റർനെറ്റിൽ അവൈലബിൾ അല്ല. എത്രത്തോളം മാക്സിമം ആയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് കിട്ടിക്കൊണ്ട് കൃത്യമായിട്ട് ക്ലാസ്സുകളിലൂടെ എന്നെ അതിലേക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ പെപ്പിന് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. പല സിറ്റുവേഷനുകളിലും ഇനി എന്ത് പഠിക്കണം, എന്തിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നതിൻ്റെ ധാരണയിലായിരുന്നു. ഒരു ഡിഗ്രിയിലുള്ള നമ്മളെ അറിവ് വെച്ചിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്സ് മാത്രമാണ് നമ്മൾക്കുള്ള ഇരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് വളരെ വൈഡായിട്ടുള്ള ഒരു റേഞ്ച് നമുക്ക് കാണിച്ചു തരികയും നല്ല നല്ല യൂണിവേഴ്സിറ്റീസിൽ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവിടെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് റിസർവേഷനുകളുണ്ട്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് പോസിബിൾ ആണ്, അവിടെ സീറ്റുകളുടെ അവൈലബിലിറ്റി എങ്ങനെയാണ്, ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരെ പെപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ ഒരുപക്ഷെ എനിക്ക് ലാസ്റ്റ് ഇയർ ഞാൻ പെർഫോം ചെയ്തതിനേക്കാളും ഏറ്റവും നന്നായി ഒരുപാട് പെർഫോം ചെയ്യാനും ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കിയത് ഈ പെപ്പിൻ്റെ ഈ ക്ലാസ്സുകളിലൂടെയാണ്. സോ എനിക്ക് ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ ഇത് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. ബിക്കോസ് വെറുതെ ഒരു പറച്ചിലല്ല, എൻ്റെ അനുഭവം കൊണ്ടുള്ള പറച്ചിലാണ്. തീർച്ചയായിട്ടും കൃത്യമായി ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും കോമ്പറ്റീറ്റീവായ ഒരു ലോകത്ത് അത്രയും ആൾക്കും കുട്ടികൾ എഴുതുന്നൊരു എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായ ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. സോ എല്ലാവരും നന്നായി പഠിച്ചുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് മാത്രം എക്സാംസിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുള്ളൂ. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ അത് നേടുന്നവരെ നമുക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ആ നേട്ടത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ആ സപ്പോർട്ട് നമുക്ക് പെപ്പിന് തീർച്ചയായും ലഭിക്കും. ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അവസാന നിമിഷം നോക്കിയാൽ മതി, 1-2 മാസത്തെ പ്രിപ്പറേഷൻ മതി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ആദ്യം മുതലേ ഇതിന് മുകളിൽ മെനക്കെട്ട് ഇറങ്ങണം. നമ്മൾ ഡിഗ്രിയിൽ പഠിക്കുന്ന കോറായിട്ടുള്ള കാര്യങ്ങളല്ല ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് അറിയേണ്ടത്. കൃത്യമായ ഗൈഡൻസ് വേണം, കൃത്യമായിട്ടുള്ള നിങ്ങൾ എഫേർട്ട് ഇടണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ചുറ്റുമുള്ളത് വലിയൊരു കോമ്പറ്റീറ്റീവ് വേൾഡാണ്. അതുകൊണ്ട് ലിമിറ്റഡ് സീറ്റുകളിലേക്കുള്ള നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ.